വകുപ്പിന്റെ നേതൃത്വത്തിൽ ദേശീയ മത്സ്യ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ മികച്ച മത്സ്യ കർഷകരെ ആദരിച്ചു. ജൂലൈ 10 മത്സ്യ കർഷക ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് മത്സ്യ കർഷക ദിനാചരണം സംഘടിപ്പിച്ചത്. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AT അജിത് കുമാർ നിർവഹിച്ചു. ഇന്ത്യയൊട്ടാകെ ഇന്ന് ദേശീയ മത്സ്യദിനമായി ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൂവപ്പടി വാഴക്കുളം ബ്ലോക്കുകളുടെ ഫിഷറീസ് വകുപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഉള്ള മത്സ്യദിനാചരണമാണ് ഇവിടെ സംഘടിപ്പിച്ചത്. അതോടനുബന്ധിച്ച് ഏറ്റവും മികച്ച കർഷകരായിട്ടുള്ള ആളുകളെ ആദരിച്ചു. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഈ മത്സ്യ കർഷകർക്ക് സർക്കാർ സബ്സിഡി നൽകി വന്നിരുന്നു നല്ല രീതിയിൽ. ഇപ്പോൾ 1-2 വർഷമായി ആ സബ്സിഡി നിർത്തലാക്കിയിരിക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരായ കർഷകർ നിത്യോപയോഗ ജീവിതത്തിന് വേണ്ടി ചെയ്യുന്ന കൃഷിക്ക് പോലും സബ്സിഡി കിട്ടാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് എത്രയും പെട്ടെന്ന് സർക്കാർ സബ്സിഡി പുനഃസ്ഥാപിക്കുകയും എല്ലാ ആളുകളിലേക്കും ഈ മത്സ്യകൃഷി വ്യാപിക്കാനുള്ള നടപടി അടിയന്തരമായി എടുക്കണമെന്ന് കൂടിയാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. മികച്ച കർഷകരായി തിരഞ്ഞെടുത്ത മുഴുവൻ ആളുകളെയും ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി അനുമോദിക്കുന്നു. ആലുവ ഫിഷറീസ് ഓഫീസർ സുമയ്യ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. വാഴക്കുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അജി ഹക്കീം വിശിഷ്ടാതിഥിയായി. മുനിസിപ്പൽ വൈസ് ചെയർമാൻ സാലിദ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ NP അജയ്കുമാർ, PP അവറാച്ചൻ, ശില്പ സുധീഷ്, കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ബാബു CJ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ രാജേഷ് KM, ഡെയ്സി ജെയിംസ്, ഷോജ റോയ് എന്നിവരും ആശംസകൾ നേർന്നു. മികച്ച മത്സ്യ കർഷകരെ പൊന്നാടി അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു. എനിക്ക് പല കൃഷികളുമുണ്ട്. പോളി ഹൗസ് ഉണ്ടായിരുന്നു, മഴമര ഉണ്ടായിരുന്നു, ഇപ്പോൾ പടതക്കുളങ്ങൾ, നാച്ചുറൽ കുളം എല്ലാം ഉണ്ട്. എല്ലാത്തിലും മത്സ്യങ്ങളുമുണ്ട്. പക്ഷേ നഷ്ടമാണ്. ഞാനൊരു കർഷക ആയതുകൊണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ മുതൽ കൃഷി ജീവിച്ചതുകൊണ്ട് അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പടതക്കുളത്തിലാണെങ്കിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ആഴ്ചയിലൊരിക്കലെങ്കിലും പടതക്കുളം ശുദ്ധീകരിക്കണം. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ചേര, ഈ നീർക്കോലി ഇവ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നായിട്ട് കൊന്നടക്കും. അങ്ങനെയുള്ള വിഷമങ്ങൾ. അങ്ങനെ ഈ മീൻ തീറ്റ വലിയ പ്രശ്നമാണ്. 2000 ലക്ഷം രൂപ കൊടുക്കണം 20 കിലോ മീൻ തീറ്റയ്ക്ക് വരാലിൻ്റെ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൈത് കാശുകളാണ് ചെയ്യുന്നത്. പക്ഷെ കൃഷിയോടുള്ള താല്പര്യം അത് നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം. പുതിയ തലമുറ കൃഷിയിലേക്ക് ഇറങ്ങി മുമ്പോട്ട് വരണമെന്നും കർഷകർക്ക് സബ്സിഡി ലഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു. മത്സ്യ കർഷകർ, സംഘാടകർ തുടങ്ങിയവരും പങ്കെടുത്തു. എറണാകുളം അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ജിനി P വർഗീസ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൂവപ്പടി.